വാട്ട് ഐ ഈറ്റ് ഡേ ഓൺ ഏകാദശി. അപ്പോൾ വൃന്ദാവനിലെ ഏകാദശിക്ക് ശേഷം വീട്ടിൽ വെച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഏകാദശിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനിവിടെ അത്യാവശ്യം മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളാക്കി പുഴുങ്ങിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി, കാരണം വെന്തു. അറ്റ് ദ സെയിം ടൈം കയ്പ് ഉണ്ടായിരുന്നില്ല, മറിച്ച് നല്ല മധുരമായിരുന്നു. ഉച്ചയ്ക്ക് വൃന്ദാവനിലെ ഏകാദശിയിൽ വെച്ച് കഴിച്ച ഒരു റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ ഉരുളൻകിഴങ്ങും ചേമ്പും പുഴുങ്ങിയെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് തൈര് ഉടച്ചിട്ടിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് അനാർദാന ആൻഡ് കുറച്ച് മല്ലിയില കൊത്തി അരിഞ്ഞിട്ട് മിക്സ് ആക്കിയിട്ട് ഇവിടെ ട്രൈ ചെയ്യണം. അപ്പോൾ രാധേ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കഴിച്ചു തുടങ്ങുകയാണ്. സെയിം അതേ പ്രസാദത്തിന്റെ ടേസ്റ്റ് ആയിട്ട് തന്നെ ഇതും വന്നു കിട്ടുക. അപ്പോൾ ഡിന്നറിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ സാബുദാന ഓൾറെഡി ഞാൻ കുതിർത്തിട്ടൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ ഇവിടെ കിച്ചടി ഉണ്ടാക്കുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കിയത്. ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നന്നായിട്ട് ഇത് റെഡി ആയിട്ട് വരികയും ചെയ്തു വിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല തൃപ്തി കിട്ടുന്ന രീതിയിൽ ഈ ഒരു കിച്ചടി റെഡി ആയിട്ടുണ്ടായിരുന്നു. മുഴുവൻ ദിവസം കുറേ വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യങ്ങളും ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ ഞാൻ മാങ്ങ കഴിച്ചപ്പോൾ അതിനകത്തൊരു അബദ്ധം കാട്ടി സിനമൺ പൗഡർ എന്ന് വെച്ചാൽ കറുവപ്പട്ടയുടെ പൊടി ആഡ് ചെയ്തു. പക്ഷേ ഏകാദശിയിൽ കഴിക്കാൻ പാടില്ല എന്നുള്ളത് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അതിന്റെ പകരം ഞാൻ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു. ഞാൻ പിറ്റേ ദിവസം ദ്വാദശിക്ക് അരി ഇട്ട തീർത്ഥം കുടിച്ച് പാരണ ചെയ്തു.